ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങിയ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരം ഒക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിൻ്റേതാകും എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, നിൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ അവനെ യെരുശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദൈവാലയത്തിൽ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്നും താഴോട്ട് ചാടുക. നിന്നെ കാപ്പാൻ അവൻ തൻ്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കുകയും നിൻ്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം അവർ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അരുളി ചെയ്തിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറേ കാലത്തേക്ക് അവനെ വിട്ടുമാറി. പിശാച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സ്വർഗം തുറന്ന ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് യേശുവിനോട് സ്വർഗം തുറന്ന് ശബ്ദം കേട്ട് മരുഭൂമിയിലേക്ക് ഉപവസിച്ച് പോകുമ്പോൾ, ആ ഉപവാസത്തിൽ ശക്തി ലഭിച്ചപ്പോഴാണ് പിശാച് എടുക്കുന്നത്. ശക്തി ലഭിച്ചാൽ, ഉപവാസത്തിൽ ബലപ്പെട്ടാൽ, പരിശുദ്ധാത്മാവിൽ ബലപ്പെട്ടാൽ, വിശുദ്ധിയിലായി തീരുമ്പോൾ നമ്മളെ അശുദ്ധിയാക്കുന്ന പിശാച് ഇന്നുമുണ്ട്. അതുകൊണ്ട് അശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് വളരണമെങ്കിൽ പിശാചിനോട് തക്ക മറുപടി പറയുവാൻ ദൈവവചനവും പ്രാർത്ഥനയും നമ്മൾക്കുണ്ടായിരിക്കണം. ജഡമോഹവും കൺമോഹവും ജീവനത്തിൻ്റെ പ്രതാപവും യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഇതിലൊന്നും യേശു വഴിപ്പെട്ടില്ല. യേശു മനുഷ്യനാണെന്ന്, മനുഷ്യനായ ദൈവപുത്രനാണെന്ന് ഒരു പ്രാവശ്യം കൊണ്ട് നമ്മളെ തെളിയിക്കുന്നു. മനുഷ്യനായ ദൈവപുത്രന് പിശാചിനെ അതിജീവിക്കാൻ സാധിച്ചതുപോലെ എനിക്ക് നിങ്ങൾക്കും ഈ വചനത്താൽ പിശാചിനെ അതിജീവിക്കുവാൻ സാധിക്കട്ടെ. കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, വചനം കാണുന്ന കേൾക്കുന്ന പറയുന്ന അടിയങ്ങളെല്ലാവരും പിശാചിനെ അതിജീവിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഈ വചനം കേട്ട എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപ അമിതമായി വ്യാപരിച്ചാട്ട് ഈ പ്രതികൂലങ്ങളെ, പ്രകൃതിയുടെ ദുരിതങ്ങളും പ്രയാസങ്ങളുമുള്ള ഈ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ മക്കളെ ബലപ്പെടുത്തിക്കാട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥനകൾക്ക് നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.